കമൽ, അവിടെ എത്തുമ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? നമുക്കിപ്പോഴും ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പാലത്തിനപ്പുറത്തെ വഴിയിൽ ധാരാളം ആളുകൾ നിൽക്കുന്നത്. അവർക്ക് കടന്നു വരാൻ കഴിയാത്ത സാഹചര്യമാണോ നിലവിലുള്ളത്? കൊണ്ടിരിക്കുകയാണ്. അവരെ ജീപ്പിലും മറ്റുമായി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ തൊഴിലാളികളാണ് ജീപ്പിൽ വരുന്നത്. തമിഴ് തൊഴിലാളികളൊക്കെ തേയിലത്തോട്ടത്തിൽ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ പുഴയുടെ അക്കരെ നിന്ന് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് തൊഴിലാളികൾ, 200ഓളം തൊഴിലാളികൾ മറുകരയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പഞ്ചായത്ത് മെമ്പർ സുകുമാരൻ നമ്മളോടൊപ്പം ഉണ്ട്. ഇന്ന് ഇവിടെ ഉണ്ടായ സാഹചര്യം എന്താണ്? നമുക്കറിയാം, ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയാണ്. അതിൻ്റെ ഭാഗത്തു നിന്നും അത് മഴ ശക്തിയായിട്ട് തന്നെ വന്നിട്ടുള്ളത്. കാലത്ത് നമ്മൾ പോകുന്നവരെ പുഴയിൽ വെള്ളം കാര്യങ്ങളും കൂടിയിട്ടില്ല. അതിനുശേഷം 1-2 മണിക്കൂറിൻ്റെ ഇടയിൽ പുഴകളിൽ ശക്തമായ നീരൊഴുക്കും കാര്യങ്ങളുണ്ട്. ഒരു 10 മണിക്ക് ശേഷമാണോ ഈ ഒഴുക്ക് കൂടി? അതിൻ്റെ മുമ്പ് തന്നെ 8-9 ശേഷമാണ് ഇത്രയും വെള്ളം വരുന്നത്. ഇത്രയും നീരൊഴുക്ക് കൂടുന്നത്. പോരാത്തതിന് പുഴ അത് നമുക്കറിയാം അപ്പുറത്ത് കൂടെ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. അപ്പുറത്തറിയാം അമ്പലത്തിൻ്റെ ഭാഗത്ത് കൂടെ ഒഴുകുന്നുണ്ട്. ഈ സമയം വരെ പുഴയിൽ കലക്ക് വെള്ളം കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പിന്നെ മറ്റുള്ളൊരു ഈ പറഞ്ഞ പോലെ ഇടിച്ചലിൻ്റെ കാര്യങ്ങളോ മറ്റോ കാര്യങ്ങളോ നമുക്കിതുവരെ കാണാൻ കഴിഞ്ഞില്ല. ഇടിച്ചൽ വരികയാണെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ പുഴകളിൽ ഈ പറയുന്ന മരങ്ങളും അതുപോലെ തന്നെ കല്ലുകളും പാറകളൊക്കെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അവിടെയുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് മാറ്റണം. ഇതുവരെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിയിട്ടില്ല. വില്ലേജ് ഓഫീസിൽ വിളിക്കാൻ വില്ലേജ് ഓഫീസാണ് അയാൾക്ക് വരാൻ പറയും. റവന്യൂ അധികൃതർ എത്താത്തതിലുള്ള പ്രതിഷേധമുണ്ട്. നിങ്ങൾ അക്കരെയായിരുന്നോ? എന്താ പറ്റി അക്കരെ പോയിട്ട്? രാവിലെ വെള്ളം ഉണ്ടായില്ല. പക്ഷെ രാവിലെ പോകുമ്പോൾ വെള്ളമൊന്നും ഉണ്ടായില്ല. പോയി അങ്ങോട്ട് പണിയെടുത്തപ്പോഴാണ് വെള്ളം കൂടിയിട്ടുള്ളത്. നിങ്ങൾ HML തോട്ടത്തിലെ പണിക്കാരോ? HML പണിയെടുക്കുന്നത്. രാവിലെ പോകുമ്പോ ആരും ഇതിന് മുന്നറിയിപ്പൊന്നും തന്നില്ലേ? ആരും ഒന്നും മുന്നറിയിപ്പ് തന്നിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് പണിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. ഒരു പൈസ ഞങ്ങൾ പണിയെടുത്താലേ ഉള്ളൂ ഞങ്ങൾക്ക് ജീവിക്കാൻ. ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യൂ? നിങ്ങൾ പറയും. ഞങ്ങൾക്ക് ഗവൺമെന്റിൽ ഒന്നുമില്ല, വീടുമില്ല, ഒന്നുമില്ല. ഒരു വീടുണ്ട് വന്നിട്ട് ഒന്നൊന്നും നമുക്ക് തരുന്നില്ല ആനുകൂല്യങ്ങൾ. ഞങ്ങൾ എങ്ങനെ ജീവിക്കൂ? വലിയ പ്രതിഷേധമാണ് തൊഴിലാളികളും നാട്ടുകാരും ഒക്കെ ഉയർത്തുന്നത്. വില്ലേജ് ഓഫീസർക്ക് നേരെ ഉള്ള പ്രതിഷേധം, റവന്യൂ അധികൃതർക്ക് നേരെ കനത്ത പ്രതിഷേധം ദൃശ്യങ്ങളാണ് കാണുന്നത്. വില്ലേജ് ഓഫീസറാണ് ജീപ്പിലിരിക്കുന്നത്. അദ്ദേഹത്തിന് നേരെയാണ് കനത്ത പ്രതിഷേധമുയരുന്നത്. അദ്ദേഹം എത്താൻ വൈകി, മുന്നറിയിപ്പ് നൽകിയില്ല എന്നൊക്കെ ആരോപിച്ചുള്ള പ്രതിഷേധമാണ് കാണുന്നത്. ആളുകൾ വലിയ രീതിയിൽ അദ്ദേഹത്തോട് കയർക്കുന്നുണ്ട്. അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. നമ്മൾ നേരത്തെ ഇപ്പോൾ തന്നെ ആളുകൾ പ്രതികരിച്ചിരുന്നു. വില്ലേജ് റവന്യൂ അധികൃതർ എത്താത്തതിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ തൊട്ടടുത്തൊക്കെ താമസിക്കുന്ന ആളുകളാണ്, നീലിക്കാപ്പ് പോലെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് ഈ പ്രതിഷേധിക്കുന്നത്. ഈ പുഴയുടെ ഇക്കരെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ്. വില്ലേജ് ഓഫീസർ വന്ന വാഹനം ഇപ്പോൾ ബാക്കോട്ട് എടുത്ത് പോകുന്ന ദൃശ്യമാണ് ഉള്ളത്. കമൽ, പോലീസൊക്കെ ആവശ്യത്തിനുണ്ടോ? വില്ലേജ് ഓഫീസറുടെ വൈകാരികമായ ഒരു സ്ഥിതിയിലാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും സ്വാഭാവികമാണ്. പോലീസും ആവശ്യത്തിനുണ്ടോ? പോലീസ്, ഫയർഫോഴ്സും പോലീസും ഒക്കെ ഉണ്ട്. എങ്കിലും അത്ര വലിയൊരു പ്രതിഷേധം നേരിടാൻ മാത്രമുള്ള ഒരു പോലീസ് സന്നാഹമൊന്നും ഇവിടെ ഇല്ല. സ്വാഭാവികമായൊരു പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. കാരണം മുന്നറിയിപ്പ് നൽകി തൊഴിലാളികളെ രാവിലെ പോകാതെ തടയാനുള്ള ഒരു സംവിധാനം ഉണ്ടായില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. എന്തായാലും ഇപ്പോൾ വാഹനം, വില്ലേജ് ഓഫീസർ വന്ന വാഹനം തിരികെ പോയിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിലാണ് ആളുകൾ ഉള്ളത്. നമുക്ക് ആളുകളുടെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ഞങ്ങള് വില്ലേജ് സാറേ, എന്റെ സാറ്, ഞങ്ങള് ഈ 3 വാർഡുകൾക്ക്, ഈ 3 വാർഡില് ആളുകൾക്ക് ഇവർ താൽക്കാലികമായിട്ടുള്ള ധനസഹായം കൊടുക്കാന്ന് പറഞ്ഞതാ. അത് ഈ വില്ലേജ് ഓഫീസർ സാറേ ഈ പൈസ ഈ 300 ദിനപത്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾ ഈ മഴയത്ത് പണിക്ക് പോകില്ല സാർ. അത് സർക്കാർ നിഷേധിക്കാണ്. ഞങ്ങൾക്ക് പണിയില്ല, ഒന്നുമില്ല. ഈ 3 വാർഡ് ആൾ കൊടുക്കാന്ന് പറഞ്ഞതാ. ഇപ്പൊ ഒറ്റയടിക്ക് അവർ നിശ്ചയിച്ചു, ഒരു അടിക്കാണ് നിശ്ചയിച്ചത്. എന്ത് ഞങ്ങൾക്കുള്ളത്? എന്നിട്ട് ഇവർ എന്നോട് പറഞ്ഞത് വണ്ടി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് വണ്ടി ഇന്നാൻ പറ്റുമോ? നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള, ഞങ്ങളെല്ലാം കുടുക്കിയിട്ടൊക്കെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് കുടുക്കിയിട്ടൊക്കെയാണ്. ഞങ്ങളൊക്കെ ഇവിടെ ജനങ്ങളെ കണ്ടറിയണ്ടോ?
ഈ ജനങ്ങൾക്കൊക്കെ 10 പൈസ കൊടുക്കാതെ സർക്കാർ ഞങ്ങളെ കുടുക്കിയിട്ടേക്കാണ്. ദിവിഷ്, ഇവർ പറയുന്നത് അതായത് നേരത്തെ ഇവർക്ക് 300 രൂപ ധനസഹായം കിട്ടിയിരുന്നു. അത് പക്ഷേ സോർട്ട് ചെയ്ത് ഈ ദുരന്തബാധിതർക്ക് മാത്രം, നേരിട്ട് ദുരന്തം ബാധിച്ചവർക്ക് മാത്രമായി ഈ 300 രൂപ ദിവസവേതനം പരിമിതപ്പെടുത്തിയതിലുള്ള രോഷം കൂടിയാണ് ആളുകൾ പങ്കുവെക്കുന്നത്. അത് ചെയ്തത് വില്ലേജ് ഓഫീസറാണ് എന്നുള്ളതാണ് പ്രധാന പ്രതിഷേധം. ഇവിടെ അടിയന്തരമായി കിട്ടുന്ന സഹായം മുഴുവൻ വില്ലേജ് ഓഫീസറാണ് മുടക്കിയുള്ളത്. എന്റെ വീട് ആ കിടക്കുന്നത് ഫുള്ള് ഉരുളോട്ട് മരങ്ങളും കല്ലാൻ്റെ വീട്ടിൽ കിടക്കുന്നത്. ഞാൻ സേഫുള്ള സ്ഥലത്താണ് നായി പറഞ്ഞിട്ടില്ല. ഞാൻ സേഫുള്ള സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ള വില്ലേജ് ഓഫീസർ. അറിയോ, 2 നാട് എന്ന് പറഞ്ഞ് വേർതിരിച്ചത് ഈ വില്ലേജ് ഓഫീസറാണ്. ഒന്നുമില്ല ഞങ്ങൾക്ക്. ഈ സ്ഥാപനങ്ങൾ നടക്കുക 1 വർഷമായി സ്ഥാപനങ്ങൾ. എന്റെ വീട്ടിൽ 10 ആൾ പൈസ കിട്ടില്ല.